Hello, welcome to this lecture. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോൾവിംഗ് PDE. വെറും PDE അല്ല, ഒരു നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡാണ് ചാർപിറ്റ്സ് മെത്തേഡ്. അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അൽഗോരിതം പോലെ ഒരു സർട്ടൻ സെറ്റ് ഓഫ് സ്റ്റെപ്സ് നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചാർപിറ്റ്സ് മെത്തേഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഡെറിവേഷൻ പഠിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനും ഓക്സിലറി ഇക്വേഷനും എങ്ങനെ വന്നു, പിന്നെ അതെങ്ങനെ നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരെ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ f(x, y, z, p, q) = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. വി ആർ കൺസിഡറിങ് സച്ച് എ ഇക്വേഷൻ വേർ ഇതിനകത്ത് ഈ z എന്ന് പറയുന്ന എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് z എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ dz ക്യാൻ ബി റിട്ടൺ ആസ് ∂z/∂x × dx പ്ലസ് ∂z/∂y × dy എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ ∂z/∂x p എന്നും ∂z/∂y q എന്നും നമുക്ക് വിളിക്കുന്നു. അപ്പോൾ dz = p dx + q dy എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു സൊല്യൂഷനും കൂടെ ഒരു ഇക്വേഷനും കൂടെ കണ്ടുപിടിക്കണം. അതായത് ഒരു സൊല്യൂഷനും കൂടെ കണ്ടുപിടിക്കണം ഇൻവോൾവിങ് ഓൾ ദീസ് വേരിയബിൾസ് x, y, z, p, q. അതായത് φ(x, y, z, p, q) = 0 എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷനും കൂടെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ p ആൻഡ് q എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിന് വേണ്ടി സോൾവ് ചെയ്യുകയാണ്. അങ്ങനെ സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ dz = p dx + q dy ഈ pക്കും qക്കും വേണ്ടി ഇട്ട് കൊടുക്കുന്നു. ആൻഡ് after substituting, if that turns out to be an integrable equation, integrate and find the final solution. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർപിറ്റ്സ് മെത്തേഡ് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി വി വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ്, അതായത് നമ്മൾ ലഗ്രാഞ്ചീസ് ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് p + q = r എന്ന് പറഞ്ഞ ഫോർമാറ്റാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഓക്സിലറി ഇക്വേഷൻ dx/p = dq/q അല്ല dy/q = dz/r എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഇവിടെ ലഗ്രാഞ്ചീസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എടുക്കുകയാണ് from these equations. Okay, we are just expanding it in this format because we are finding another solution which is φ(x, y, z, p, q) = 0, right? അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുക്കുന്നത്. ഇതിൻ്റെ ഓക്സിലറി ഫോമാണ് നമ്മൾ dx/(-∂f/∂p) = dy/(-∂f/∂q) = dz/(-p)∂f/∂p - q∂f/∂q = dp/(-∂f/∂x + p∂f/∂z = dq/(-∂f/∂y + q∂f/∂z = d∅/0. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റ്. ഓക്കെ, സോ അങ്ങനെ അതിൽ നിന്ന് ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ ആയ സെറ്റ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫ്രം ദാറ്റ്, ഓക്കെ, വൈ ആർ വി ഡൂയിങ് ഓൾ ദിസ്? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്? ഇതൊക്കെ ചെയ്താൽ സോ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് വി ഹാവ് ടു സോൾവ് ഫോർ പി ആൻഡ് ക്യൂ. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് വി ഹാവ് ടു എൻഡ് അപ്പ് ഗെറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ഫോർ പി ആസ് വെൽ ആസ് ക്യൂ. അപ്പോൾ ഈ പിക്കും ക്യൂക്കും വേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തത്. ആഫ്റ്റർ സോൾവിങ് ഫോർ പി ആൻഡ് ക്യൂ വാട്ട് വി ഡു ഇസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ dz = p dx + q dy പിക്കും ക്യൂക്കും വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആൻഡ് ഇഫ് ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി സംതിങ് ഇൻറ്റഗ്രബിൾ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ആൻഡ് നമുക്ക് അവസാനം സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ഒരു കീ സ്റ്റെപ്പ് പോലെ ഇത് ഇത്രയും നോട്ട് ചെയ്തിടുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും വൈൽ ഡൂയിങ് ചാർപിറ്റ്സ് മെത്തേഡ്. പിന്നെ നമുക്കിവിടെ കുറച്ച് മെമ്മറൈസ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത് ഇത് ഈ ഓക്സിലറി ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം എസ്റ്റാബ്ലിഷ് യുവർ f(x, y, z, p, q) = 0. ഓക്കെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഞാൻ ടെക്നിക്കലി പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് ഈ f(x, y, z, p, q) = 0 എന്ന് പറയുന്ന സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുക. ജസ്റ്റ് അതിനെ റീഅറേഞ്ച് ചെയ്താൽ മതി. തന്ന ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ,
ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ ഡോ സെഡ്, ഡോ എഫ് ബൈ ഡോ പി ആൻഡ് ഡോ എഫ് ബൈ ഡോ ക്യൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അതായിരിക്കും അടുത്ത സ്റ്റെപ്പ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഓക്സിലറി ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഓക്സിലറി ഇക്വേഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോൾവ് ഫോർ പി ആൻഡ് ക്യൂ. ഓക്കെ, after you solve for P and Q, substitute in dz equals p dx plus q dy. ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ. പിന്നെ ഇൻറ്റഗ്രേറ്റ് if it is integrable ട്ടോ. ഇൻറ്റഗ്രബിൾ ആണെങ്കിലല്ലേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. And find the solution. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ചാർപിറ്റ്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മളുടെ നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റെപ്പുകളൊന്ന് ജസ്റ്റ് ഒന്ന് റിക്കളക്ട് ചെയ്യുക. 1 2 3 4 5 6 മേജർ 6 സ്റ്റെപ്പുകളുണ്ട് മേജറായിട്ട്. അത്രയും ഒന്ന് റിക്കളക്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇതൊക്കെ എളുപ്പമായിട്ട് പറഞ്ഞാലും ഇവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്ന ഈ സോൾവിങ് ഫോർ പി ആൻഡ് ക്യൂ ചിലപ്പോൾ പല പ്രോബ്ലത്തിൽ പല പോലെ വരാം. പിന്നെ അവസാനം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പാർട്ട് പല പ്രോബ്ലത്തിൽ പല പോലെ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഗ്രൂപ്പിംഗ് ആ മെത്തേഡൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. പിന്നെ നമ്മൾ ഈ ഓക്സിലറി ഇക്വേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഈ ഓക്സിലറി ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആദ്യമൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ പ്രോബ്ലത്തിലും യു ക്യാൻ റൈറ്റ് ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി. ഈ പ്രോബ്ലത്തിൽ എല്ലാ പ്രോബ്ലവും ചെയ്യുമ്പോൾ ഇതാണ് ഓക്സിലറി ഇക്വേഷൻ എന്നുള്ളത് ഇങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി എഴുതിക്കൊണ്ടേയിരിക്കുക. പലതവണ എഴുതുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം വരുന്നത് സോൾവ് ക്യൂ ഈക്വൽ ടു 3p². അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക അല്ലേ. സോ വാട്ട് ഐ ഡു ഇസ് ഞാനിത് റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ 3p² - q ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇത് റീഅറേഞ്ച് ചെയ്തപ്പം 3p² - q ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓക്സിലറി ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡോ എഫ് ബൈ ഡോ പി, ഡോ എഫ് ബൈ ഡോ ക്യൂ, ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ ട്രീറ്റ് ഓൾ ഓഫ് ദം ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ, എന്നാലേ നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ എങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനാണ് നമ്മൾ എഫ് എന്ന് വിളിക്കുന്നതല്ലോ അല്ലേ. 3p² - q നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ എന്ന് പറയുന്നതിനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താ? ഇതിനകത്ത് എക്സ് ടേംസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ് 0 ആണ്. ഇതിനകത്ത് വൈ ടേംസ് ഒന്നും വരുന്നില്ലല്ലോ, അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈയും എന്ത് തന്നെയാണ്? 0 ആണ്. സെഡ് ടേംസും വരുന്നില്ല, ഡോ എഫ് ബൈ ഡോ സെഡും നമുക്ക് 0 എന്നാണ് കിട്ടിയത്. അതേപോലെ ഡോ എഫ് ബൈ ഡോ പി അതെത്രയാ? 3 × p² ഡെറിവേറ്റീവ് 2p ആണ്. സോ 6p - q ഇല്ലല്ലോ, 0 അല്ലേ, അപ്പോൾ 6p എന്ന് മാത്രമേ വരുന്നുള്ളൂ, റൈറ്റ്. അതേപോലെ ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറയുന്നത് എന്താ വരുന്നത്? ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറയുന്നതും -1 അല്ലേ. യെസ്, ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂസൊക്കെ കിട്ടിയില്ലേ, ഇനി ഈ വാല്യൂസൊക്കെ നമുക്ക് ഇവിടെ ഈ ഓക്സിലറി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ dx ബൈ നെഗറ്റീവ് ഡോ എഫ് ബൈ ഡോ പി, ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -6p ആണ്. അപ്പം ആദ്യം dx ബൈ -6p, അടുത്തത് dy ബൈ നെഗറ്റീവ് ഡോ എഫ് ബൈ ഡോ ക്യൂ അല്ലേ. നെഗറ്റീവ് ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ്, അതായത് 1 ഈക്വൽ ടു dz ബൈ എന്താ കൊടുക്കേണ്ടത്?
ഡി ഇസഡ് ബൈ ഡി ഇസഡിൻ്റെ താഴെ പി ഡോ എഫ് ബൈ ഡോ പി മൈനസ് പി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ പി. അപ്പോൾ മൈനസ് പി ഇൻറ്റു 6p എന്ന് പറഞ്ഞാൽ മൈനസ് 6p സ്ക്വയർ അല്ലേ. മൈനസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ക്യൂ. അപ്പോൾ മൈനസ് ക്യൂ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ എന്നല്ലേ. ഓക്കെ, ഈക്വൽ ടു ഡി പി ബൈ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് പി ഇൻറ്റു ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് പി ഇൻറ്റു അപ്പം 0 പ്ലസ് പി ഇൻറ്റു 0 അല്ലേ. 0 പ്ലസ് പി ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 തന്നെ. ഈക്വൽ ടു ഡി ക്യൂ ബൈ അഗൈൻ അതും 0 ആവാനാണ് സാധ്യത. ഡോ എഫ് ബൈ ഡോ വൈ അതും 0 ആണ്. 0 പ്ലസ് ക്യൂ ഇൻറ്റു 0 എന്ന് വെച്ചാൽ യെസ് അതൊക്കെ 0 ആണ്. ഈക്വൽ ടു d5 ബൈ 0 റൈറ്റ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പാർട്ട് ഗ്രൂപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് യു ക്യാൻ ഇംപ്ലൈ ദാറ്റ് ഡി പി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് പി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. ഐ എം കോളിംഗ് ഇറ്റ് എ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. വി ക്യാൻ എൻഡ് അപ്പ് സെയിങ് ദാറ്റ് ഡി പി ഈസ് ഈക്വൽ ടു 0 ആൻഡ് പി ഈസ് ഈക്വൽ ടു എ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ പി ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി. ഇനി നമ്മൾ അപ്പോൾ വി ഹാവ് സോൾവ് ഫോർ പി. നമുക്ക് ഇനി ക്യൂവിന് വേണ്ടി ഒരു എക്സ്പ്രഷൻ കൂടെ കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഇവിടെ പി വരുന്നിടത്തൊക്കെ എ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്താ കിട്ടണമെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ എന്താ ഉള്ളത്? 3p² മൈനസ് ക്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ പി സ്ക്വയറിന് പകരം 3a² മൈനസ് ക്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ അപ്പോൾ എന്ത് കിട്ടി? ക്യൂ എന്ന് പറയുന്നത് 3a² ആണെന്ന് കിട്ടിയോ? അപ്പോൾ പി എന്ന് പറയുന്നത് എ ആണെന്ന് കിട്ടി, ക്യൂ എന്ന് പറയുന്നത് 3a² ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇത്രയും ആഫ്റ്റർ സോൾവിങ് ഫോർ പി ആൻഡ് ക്യൂ വാട്ട് ഷുഡ് വി ഡു? നമ്മളിതിവിടെ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുപിടിച്ചു, ഓക്സിലറി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പി ആൻഡ് ക്യൂവിന് വേണ്ടി സോൾവ് ചെയ്തു. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ റൈറ്റ്. അപ്പോൾ ഡി ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇതിനകത്ത് പിക്ക് പകരം എ എന്ന് കൊടുക്കുക, ക്യൂക്ക് പകരം 3a² എന്ന് കൊടുക്കുക. അപ്പോൾ ഡി ഇസഡ് ഈക്വൽ ടു എ ഡി എക്സ് പ്ലസ് 3a² ഡി വൈ. Now all you need to do is just integrate. Integrate ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഡി ഇസഡ് എന്ന് പറയുമ്പോൾ z തന്നെ, എ ഡി എക്സ് എന്ന് പറയുമ്പോൾ എ കോൺസ്റ്റൻറ്റ് എക്സ് പ്ലസ് 3a² വൈ. കഴിഞ്ഞോ? അതോടെ കഴിഞ്ഞില്ല. പ്ലസ് ബി വേറൊരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൂടെ വേണ്ടേ? So that is our solution. See, we have two arbitrary constants coming here, a and b, right? So this is our solution. ഇതിനെ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് യൂഷ്വലി നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത്? സോ ഈ സ്റ്റെപ്പുകളൊക്കെയാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. സോ യു കൻ ജസ്റ്റ് ക്രോസ് വെരിഫൈ ആൻഡ് സീ ഇഫ് ദാറ്റ് ഇസ് കറക്റ്റ്. സി, നമുക്ക് ഇതേ സൊല്യൂഷൻ തന്നെയല്ലേ അവിടെ കിട്ടിയ. അടുത്ത പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ചാൽ വീണ്ടും സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2xz മൈനസ് px² മൈനസ് 2qxy പ്ലസ് pq ഈക്വൽ ടു 0 എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അഗൈൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ ഈക്വൽ ടു 0, അതായത് എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ ഫുൾ എക്സ്പ്രഷൻ 2xz മൈനസ് px² മൈനസ് 2qxy പ്ലസ് pq. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ ഇസഡ്, ഡോ എഫ് ബൈ ഡോ പി, ഡോ എഫ് ബൈ ഡോ ക്യൂ, ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കണം റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം അത് കണ്ടുപിടിച്ച് നോക്കാം. സോ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ ദെൻ എവറിത്തിങ് എൽസ് ഇസ് ഈസി. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2z, ഫസ്റ്റ് ടേമിൽ 2z, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണല്ലോ. മൈനസ് പി ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ, മൈനസ് 2px. ഇവിടെ എന്താണ്? 2qy, നെഗറ്റീവ് 2qy അങ്ങനെ തന്നെ ഉണ്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ മൈനസ് 2qy റൈറ്റ്. സോ ഇതാണ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. പ്ലസ് പി ക്യൂ, പക്ഷേ അവിടെ എക്സ് ടേംസ് ഒന്നും ഇല്ല. സോ ദാറ്റ്സ് എ 0 വെൻ യു ടേക്ക് ദ ഡെറിവേറ്റീവ്.
ഇനി ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഡോ എഫ് ബൈ ഡോ വൈ ഇവിടെ ആകെ ഒരു ടേമിലെ വൈ വരുന്നുള്ളൂ. അത് ഈ -2qxyയിലാണ് വരുന്നത് അല്ലേ? സോ ദാറ്റ് ഈസ് -2qx, റൈറ്റ്? ഓക്കെ. അടുത്തത് ഡോ എഫ് ബൈ ഡോ സെഡ്. ഡോ എഫ് ബൈ ഡോ സെഡ്. സെഡ് ടേംസ് വരുന്നത് ദേ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെ വരുന്നുണ്ടോ? വേറെ എവിടെ ഇല്ലല്ലോ. അപ്പോൾ 2x അല്ലേ? അടുത്തത് ഡോ എഫ് ബൈ ഡോ പി. ഡോ എഫ് ബൈ ഡോ പി എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? പി എക്സ് സ്ക്വയറിൽ വരുന്നുണ്ട്. സോ -x² പ്ലസ് പി ക്യൂവിൽ പ്ലസ് ക്യൂ വരുന്നുണ്ട്, റൈറ്റ്? സോ -x² പ്ലസ് ക്യൂ, ദാറ്റ് ഇസ് ഡോ എഫ് ബൈ ഡോ പി. ഇനി ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഡോ എഫ് ബൈ ഡോ ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂ ടേംസ് എവിടേക്കാണ് വരുന്നത്? -2xy ക്യൂ. ഓക്കെ. സോ -2xy ആണ് ഒരു ടേം, പ്ലസ് പി ആണ് മറ്റൊരു ടേം, റൈറ്റ്? -2xy പ്ലസ് പി, റൈറ്റ്? യെസ്, ഇതാണ് ഡോ എഫ് ബൈ ഡോ ക്യൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിച്ചു. ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ സെഡ്, ഡോ എഫ് ബൈ ഡോ പി, ഡോ എഫ് ബൈ ഡോ ക്യൂ. ഇനി എന്ത് ചെയ്താൽ മതി? ഞാൻ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് അതിനകത്ത് ആ വരുന്ന എക്സ്പ്രഷൻസിനൊക്കെ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഈ എക്സ്പ്രഷനൊക്കെ പകരം ഇത് കെയർഫുള്ളി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷനാണ് കിട്ടുക. ഓക്സിലറി ഇക്വേഷനിൽ ഇത് കെയർഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ഓഫ് വിച്ച് ദിസ് പാർട്ട് ഇംപ്ലൈസ് ദാറ്റ് dq by 0 equal to d5 by 0 എന്ന് കിടക്കുന്നുണ്ടല്ലോ. This last two, if you try to group this part, you will get that dq equal to 0 എന്നൊരു ഇൻഫറൻസ് കിട്ടും. dq equal to 0 which implies q is equal to a. ഓക്കെ, ഇവിടെ ഇത് ഇങ്ങനൊരു പാർട്ട് വന്നു കഴിഞ്ഞാൽ you can imply that dq equal to 0 which means q equals a. All right. Okay, so q equal to a എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പിക്ക് വേണ്ടി സോൾവ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ പിക്ക് വേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നത്? തിരിച്ച് ഒറിജിനൽ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതിനകത്ത് q വരുന്നിടത്തൊക്കെ a ഇട്ട് കൊടുത്തിട്ട് വി ആർ ട്രൈങ് ടു സോൾവ് ഫോർ പി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോയി ക്യൂ വരുന്നിടത്തൊക്കെ എ ഇട്ട് കൊടുത്തിട്ട് പിക്ക് എന്താ കിട്ടുന്നത് നോക്കുക. അപ്പോൾ 2xz മൈനസ് px² മൈനസ് 2axy പ്ലസ് എ പി, അതായത് പി ക്യൂന് പകരം എ പി എന്ന് എഴുതിയെന്നുള്ളൂ, ഈക്വൽ ടു 0. ഇതിനകത്ത് പി വരുന്ന ടേംസൊക്കെ ഒരുമിച്ച് വെക്കുക, പി ഇല്ലാത്ത ടേംസൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ -px² പ്ലസ് എ പി എന്ന് പറയുന്ന പാർട്ട് ഇപ്പുറത്ത് ഉണ്ടാവും അല്ലേ? ബാക്കി രണ്ടെണ്ണം നമുക്ക് വിൽ ടേക്ക് ഇറ്റ് ടു ദ റൈറ്റ് സൈഡ്. സോ -2xz പ്ലസ് 2axy, റൈറ്റ്? ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2x രണ്ട് ടേംസിലും 2x കോമൺ ആയതുകൊണ്ട് അത് ഞാൻ പുറത്തെടുക്കുകയാണ്. 2x പുറത്തെടുത്താൽ ബാക്കി എന്താ ഉള്ളത്? -z പ്ലസ് ay. ഇവിടെ ഒരു പി പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? -x² പ്ലസ് എ, റൈറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എന്താണെന്നാണ് കിട്ടുക? 2x ഇൻറ്റു -z പ്ലസ് ay ബൈ -x² പ്ലസ് എ. ഇതിനൊന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ നെഗറ്റീവും ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പം -2xz മൈനസ് ay ബൈ -x² minus a എന്ന് കിട്ടും. So that this becomes positive. So I am getting expression for p to be 2x into z minus ay by x² minus a എന്ന് കിട്ടി. q എന്ന് പറയുന്നത് ജസ്റ്റ് a മാത്രം. ഇത്രയും കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് dz ഈക്വൽ ടു p dx പ്ലസ് q dyയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? പിക്ക് പകരം 2x ഇൻറ്റു z മൈനസ് ay by x² minus a dx പ്ലസ് a dy. ഇതാണ് dz എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇൻറ്റഗ്രബിൾ ആണോ എന്ന് ആദ്യം നോക്കട്ടെ.
ഓക്കെ 2x by x square minus a dx എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ഈ ടേം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് മാത്രമാണ് ഇവിടെ ഒരു എക്സ്ട്രാ പീസായിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, ജസ്റ്റ് ഒബ്സർവ്, ഈ എ ഡി വൈനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ, അതായത് ഇഫ് വി റൈറ്റ് ഇറ്റ് ആസ് ഡി സെഡ് മൈനസ് എ ഡി വൈ ഈക്വൽ ടു 2x ഇൻറ്റു സെഡ് മൈനസ് എ വൈ ഡി എക്സ് ബൈ x square minus a എന്ന് എടുക്കുകയാണെങ്കിൽ we can take this z minus ay to this denominator here, right? So this would look like dz minus a dy by z minus ay equals 2x dx by x square minus a, isn't it? ഇതൊന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ അറിയാം, ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇവിടെ ന്യൂമറേറ്റർ കിടക്കുന്നത്. സി dz minus ay അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? z മൈനസ് എ വൈ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? dz മൈനസ് എ ഡി വൈ, റൈറ്റ്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ആൻഡ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ കിടക്കുന്നതെങ്കിൽ ഇൻറ്റഗ്രൽ ഇസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ, റൈറ്റ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് ഹിയർ, ബട്ട് ഹിയർ ദിസ് ഇസ് അവർ ഇൻറ്റഗ്രൽ വാല്യൂ. ആഫ്റ്റർ ഇൻറ്റഗ്രേറ്റിംഗ് വാട്ട് ഇസ് ദാറ്റ് വി ആർ ഗോണ ഗെറ്റ്? Something like this, plus constant of integration, let's call it log b or something. Log b എന്ന് വിളിക്കുകയാണ്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ you can call it as log z minus ay minus log x square minus a equals log b. So log a minus log b എന്ന് പറഞ്ഞാൽ എന്താണ്? log a by b. So this is like log z minus ay by x square minus a equals log b. Take e to the power on both sides. രണ്ട് സൈഡിലും e to the power എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ that log and e, since one is the inverse of the other, we will end up getting z minus ay by x square minus a equal to b, right? Then ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്താൽ we'll get the final answer. z minus ay is equal to b into x square minus a, and ഈ a y നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ പോരെ. സോ z ഈക്വൽ ടു b into x square minus a plus ay, you know, just to make it look like a proper solution. See, this is our solution, right? So ഈ ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഈ പാർട്ടൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പോർഷൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊന്നും അങ്ങനെ പഠിച്ച് വെറുതെ വിടരുത്. വി ഹാവ് ടു അപ്ലൈ ഇറ്റ്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഓൾ ദീസ് സ്റ്റെപ്സ് ഹാവ് ബീൻ റിട്ടൺ ഹിയർ. ജസ്റ്റ് റെഫർ ടു ദീസ് നോട്ട്സ്, ഓക്കെ? So that is our answer, ay plus b into x square minus a, or like whatever be the order, this is our answer. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യേണ്ടത്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ സെഡ് എന്ന് പറയുന്നത് സെയിം സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം എഫ്, what is f? p square plus q square into y minus qz equal to 0. So that is our f. That left hand side is our f. അത് കഴിഞ്ഞാൽ പിന്നെ find dou f by dou x, dou f by dou y, dou f by dou z, dou f by dou p, dou f by dou q. അതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ just substitute into the auxiliary equation here, right? Okay, so auxiliary equationൽ substitute ചെയ്ത് കഴിഞ്ഞാൽ we'll end up getting something like this. ഈ പാർട്ട് വരെ you just have to do it. And same set of step തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് until we substitute into the auxiliary equation. From here it depends on the question. Sometimes just ഏതെങ്കിലും terms എടുത്ത് ഗ്രൂപ്പ് ചെയ്താൽ മതി. Sometimes we may have to apply some rule of proportions. Some rule of proportions ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച മെത്തേഡ് ഓഫ് ഗ്രൂപ്പിങ്ങും മൾട്ടിപ്ലയേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവിടെ പല റൂൾസ് ഓഫ് പ്രപ്പോർഷൻസും യൂസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു റൂള് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും in order to solve for p and q. Okay, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രോബ്ലത്തിൽ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ഓക്സിലറി ഇക്വേഷൻ വി ഗ്രൂപ്പ് ദിസ് ഡി പി ബൈ നെഗറ്റീവ് പി ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ പി സ്ക്വയർ. ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ അതിനെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dp by negative pq equal to dq by p square. dp by negative pq equal to dq by p square. So before you listen to this part, ആദ്യം നിങ്ങളിത് പോസ് ചെയ്തിട്ട് ആ ഓക്സിലറി ഇക്വേഷൻ കിട്ടുന്ന പാർട്ട് വരെ ചെയ്ത് നോക്കുക.
അത് കഴിഞ്ഞിട്ട് ഈ പാർട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇവിടെ നമുക്ക് ഓരോ പി വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി പി ബൈ നെഗറ്റീവ് ക്യൂ ഈക്വൽ ടു ഡി ക്യൂ ബൈ പി എന്ന് കിട്ടി. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? പി ഡി പി ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ ഡി ക്യൂ എന്ന് കിട്ടി. ഇതിനെല്ലാം കൂടെ ഒരു സൈഡ് എടുത്താൽ പി ഡി പി. ഓക്കെ, യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ് ആക്ച്വലി. രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? പി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു നെഗറ്റീവ് ക്യൂ സ്ക്വയർ ബൈ 2 പ്ലസ് സി സ്ക്വയർ എന്നെടുത്തൂടെ? ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് സി സ്ക്വയർ ഫോർ സം സിംപ്ലിസിറ്റി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 2c സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. Or let's call this as a as such, or let's call this as a square as such. P square plus q square equal to a square എന്ന് വിളിക്കാം. ഓക്കെ, അതല്ലേ നല്ലത്? ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതൊരു ഇക്വേഷനാണ്. ബട്ട് സ്റ്റിൽ വി ഡിഡ്ന്റ് സോൾവ് ഫോർ പി ആൻഡ് ക്യൂ, റൈറ്റ്? ബട്ട് ലെറ്റ്സ് ട്രൈ ടു സോൾവ് ഫോർ പി ആൻഡ് ക്യൂ. നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്താണ്? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ക്യൂ സെഡ് ഈക്വൽ ടു 0. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? ഓർ നമ്മൾ കണ്ടുപിടിച്ച എഫ് എന്ന് പറഞ്ഞാൽ അതെ ഇതുണ്ടല്ലോ. ഇതിനകത്ത് ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിൻ്റെ പകരം നമുക്ക് എ സ്ക്വയർ എന്നിടാം. ഓക്കെ, എ സ്ക്വയർ വൈ മൈനസ് ക്യൂ സെഡ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് നമുക്ക് വി ക്യാൻ സോൾവ് ഫോർ ക്യൂ ആക്ച്വലി. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ സെഡ്, റൈറ്റ്? ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ക്യൂ സെഡിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് ക്യൂവിനെ അവിടെ നിർത്തിക്കൊണ്ട് സെഡിനെ ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ വൈ ബൈ സെഡ്. ഓക്കെ, ദാറ്റ് ഇസ് വൺ പാർട്ട്. ക്യൂ അങ്ങനെ കണ്ടുപിടിച്ചു. ഇനി പിയും കൂടെ വേണ്ടേ? പി നമുക്ക് എന്ത് ചെയ്താൽ മതി? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുണ്ടല്ലോ. ഇതിൽ നമുക്ക് ഈ ക്യൂവിന് പകരം ഈ എക്സ്പ്രഷൻ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ മൈനസ് എ റേസ് ടു 4y സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു 4 അല്ല, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്താ എടുക്കാം? പി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ വെളിയിലെടുത്താൽ 1 മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ പോലെയൊക്കെ എടുക്കുകയാണ് എങ്കിൽ സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ. അതിന് ഞാൻ പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ്. സോ ദിസ് ഇസ് വാട്ട് വി വുഡ് ഗെറ്റ് ഫോർ പി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വേർഷൻ. അതായത് എ സ്ക്വയർ ബൈ സെഡ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്താ? എ ബൈ സെഡ്. മറ്റേ ബ്രാക്കറ്റിൽ കിടക്കുന്ന സംഭവം ജസ്റ്റ് റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് എഴുതാനേ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് അവർ പി. സോ നമ്മൾ ക്യൂവിന് വേണ്ടിയും പിന് വേണ്ടിയും സോൾവ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഡി സെഡ് ഈക്വൽസ് പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയിൽ ഇത് ഇട്ട് കൊടുക്കാം, റൈറ്റ്? അപ്പോൾ ഡി സെഡ് ഈക്വൽസ് പിക്ക് പകരം നമ്മൾ എന്തെടുക്കണം? ഇത് എടുക്കണം. എ ബൈ സെഡ് റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എ സ്ക്വയർ വൈ ബൈ സെഡ് ഡി വൈ. പ്യോർലി വൈ ടേംസും ഡി വൈയുടെ കൂടെ വൈ ടേംസും ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേംസും ഡി സെഡിൻ്റെ കൂടെ സെഡ് ടേംസും മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. ബട്ട് ഹിയർ ദി പ്രോബ്ലം ഈസ് നമുക്കിവിടെ എല്ലാത്തിൻ്റെയും കൂടെ സെഡ് ടേമും ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ. ഈ രണ്ട് ഡിനോമിനേറ്ററിലും സെഡ് ഉണ്ട്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ടു ദിസ് സൈഡ്. സോ ദിസ് ബിക്കംസ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എ റൂട്ട് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് a square y dy. I am again trying that same idea that we did in the previous problem. ഈ സംഭവം ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് ഞാൻ. അപ്പോൾ സെഡ് ഡി സെഡ് മൈനസ് എ സ്ക്വയർ വൈ ഡി വൈ ഈക്വൽ ടു എ റൂട്ട് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഡി എക്സ്. ഈ ബ്രാക്കറ്റ് കിടക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2z dz മൈനസ് എ സ്ക്വയർ ഇൻറ്റു 2y dy അല്ലേ. ഇവിടെ ഒരു 2ൻ്റെ കുറവല്ലേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട്
ഡെറിവേറ്റീവ് കിട്ടില്ലേ, റൈറ്റ്? പക്ഷേ നമ്മൾ ഈ സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, രണ്ട് സൈഡ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ടിൽ കിടക്കുന്ന സാധനം എടുത്ത് നമുക്ക് ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ കൊടുക്കാം. അപ്പോൾ 2zdz മൈനസ് 2a²y dy ബൈ റൂട്ട് ഓഫ് z² മൈനസ് a²y², okay, equal to 2a dx. All right, equal to 2a dx. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ട്രൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഹിയർ. ഈ റൂട്ട് കിടക്കുന്ന സാധനത്തിനെ നമുക്ക് ടി എന്ന് വിളിച്ചു എന്ന് വയ്ക്കാം. ജസ്റ്റ് നമ്മൾ അങ്ങനെയല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. z² മൈനസ് a²y²നെ ടി എന്ന് വിളിച്ചാൽ നമുക്ക് 2z dz മൈനസ് a² ഇൻറ്റു 2y dy, അതിനെ നമുക്ക് ഡി ടി എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/√t dt എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ വരും അല്ലേ. 1/√tയുടെ ഇൻ്റഗ്രൽ എത്രയാ? 2√t, റൈറ്റ്? അതായത് 2 റൂട്ട് വാട്ട് എവർ വി ടേക്ക് ഇറ്റ് ആസ് ടി. സോ 2 റൂട്ട് z² മൈനസ് a²y² ആണ് ഇവിടുത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അതേപോലെ റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ എന്താണ്? 2a കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വെറും എക്സ് തന്നെ. പ്ലസ് വി നീഡ് എ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഐ എം കോളിംഗ് ഇറ്റ് ബി. അപ്പോൾ ഇത്രയും കിട്ടിയോ? ഓർ ഇഫ് യു വാണ്ട് യു ക്യാൻ കോൾ ഇറ്റ് ആസ് 2b. 2b എന്ന് വിളിക്കുകയാണെങ്കിൽ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ഓൾ ദീസ് 2's that we have here. Yeah, I'm just calling it 2b. It doesn't matter. So anyways, it's an arbitrary constant. I'm just calling it 2b so that നമുക്ക് ഈ 2's എല്ലാം വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് z² മൈനസ് a²y² ഈക്വൽസ് ax പ്ലസ് b. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സോ ദാറ്റ് വി ഗെറ്റ് z² മൈനസ് a²y² ഈക്വൽസ് ax plus b whole squared. ഓക്കെ, ഇനി നമുക്ക് ആ a²y² ഈ സൈഡിലേക്ക് കൊണ്ടുവരാണെങ്കിൽ z² ഈക്വൽസ് ax plus b whole squared plus a²y², and that is our solution. സോ ഇതൊക്കെ ഒരു ഭംഗി വരുത്തൽ പ്രോസസ്സാണ്. സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് മാക്സിമം 90% ഓഫ് ദി ആൻസർ കിട്ടിക്കഴിഞ്ഞു. We are just making it in a standard form. So അങ്ങനെയാണ് ആ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്സ് വരുന്നത്. സോ ദിസ് ഇസ് ഹൗ വി എൻഡ് അപ്പ് ഗെറ്റിംഗ് ax പ്ലസ് b ഹോൾ സ്ക്വയർ പ്ലസ് a²y² ഈക്വൽ ടു z² എന്ന് പറയുന്ന ആൻസർ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദാറ്റ് മൾട്ടിപ്ലൈയിങ് ബൈ 2 ആ പാർട്ട് ഞാനിവിടെ കാണിച്ചിട്ടില്ല. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ഓക്കെ, ദാറ്റ്സ് ഹൗ ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ദയർ. ഇനി യു ക്യാൻ സോൾവ് ഓൾ ദീസ് പ്രോബ്ലംസ് യൂസിങ് ചാർപിറ്റ്സ് മെത്തേഡ്. ട്രൈ ഓൾ ദീസ് പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്ന പാർട്ട് വരെ സെയിം ആണ്. സോ ട്രൈ ദീസ് പ്രോബ്ലംസ്. ഓരോ പ്രോബ്ലത്തിലും വ്യത്യാസം വരാൻ പോകുന്നത് ഒന്ന് സോൾവിങ് ഫോർ പി ആൻഡ് ക്യൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ക്വസ്റ്റ്യൻ ലൈക്ക് ഹൗ യു സോൾവ് ഫോർ പി ആൻഡ് ക്യൂ. അതേപോലെ നമ്മൾ ഫോർ ദാറ്റ് യു ക്യാൻ അപ്ലൈ വേരിയസ് റൂൾസ് ഓഫ് ഗ്രൂപ്പിംഗ്. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ പി മൈനസ് ക്യൂ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്തില്ലേ, അതേപോലത്തെ ചില പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് ട്രൈ ഡൂയിങ് ഓൾ ദോസ് പ്രോബ്ലംസ് ആൻഡ് വർക്ക് ഇറ്റ് ഔട്ട്. സോ ദിസ് ഇസ് ആൻ ഔട്ട്ലൈൻ ഓഫ് Charpit's method. So it is important. ഈ ഓക്സിലറി ഇക്വേഷൻ നോക്കി വയ്ക്കുക. താങ്ക് യു.